ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അഴിമതിയും കൈക്കൂലിയും. ഈ പൈസ എല്ലാം ചെയ്യുന്നത് അവർ ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കാനും, പിന്നെ ഇത് LIC, സ്ഥലം, സ്വർണം, വ്യക്തികൾ, ഇങ്ങനെയുള്ള പല മേഖലയിലേക്ക് ആണ്, പല ബിസിനസ് ഇതിലേക്കാണ് ഇത്, പല വ്യക്തികളിലേക്കാണ് ഈ അഴിമതി പണവും ഈ കൈക്കൂലി പണവും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരവരുടെ ഈ ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത്. രണ്ടാമത്, എന്തെങ്കിലും കൃത്രിമം ഉണ്ടെങ്കിൽ അത് ചൂണ്ടി കാണിച്ചാണ് ഈ വിഭാഗക്കാർ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. മൂന്നാമതായിട്ട് പിന്നെ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കണം. ഈ രാജ്യത്തെ ഈ കൈക്കൂലി ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ ഒത്തിരി ആളുകളെ ചിറ്റിക്കുന്നുണ്ട്. പൈസ ഇല്ലാത്ത ആളുകളെ നടത്തിച്ച് നാളത്തഞ്ഞ് ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, ഈ പേപ്പറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ ചിറ്റിക്കും. അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് ആഡംബരത്തിൽ സൂചിച്ച് ചെയ്യിക്കാൻ വേണ്ടി ജനങ്ങളെ പറ്റിച്ച് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഈ പൈസയൊക്കെ ഇവർ ഉപയോഗിക്കണ ഞാൻ ആദ്യം പറഞ്ഞ മേഖലയിൽ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ: എല്ലാ സ്ഥലങ്ങളും ആധാറായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാ വ്യക്തികളുടെയും സ്വർണം തൂക്കി അത് ഓരോ വർഷം രേഖപ്പെടുത്തുക. മൂന്നാമത്, പണമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയിലേക്ക് മാറുമ്പോൾ അതിന് കണക്ക് കിട്ടില്ല. പക്ഷെ അതൊരു കാർഡ് പോലെ ആക്കിയിട്ട് 2 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം കാർഡാക്കിയിട്ട് അത് കൊടുത്ത് അത് തീരുമ്പോൾ ആ കാർഡിൻ്റെ കാലാവധി, അപ്പോൾ അതിന് കണക്ക് കിട്ടും. എന്നാൽ മാത്രമാണ് നമുക്ക് അഴിമതി തുടച്ചു വെക്കാനും കൈക്കൂലി പോലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുള്ളൂ. അതിന് ജനങ്ങളാണ് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിച്ചാൽ അതില്ലാണ്ടാവും. ജനങ്ങൾ എന്ന് തീരുമാനിക്കാണ്ടിരിക്കുന്നു അന്ന് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.